ഒന്നും കൂടി ഞാൻ സാമ്പിളിൽ കാണിക്കാം. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരെഴുതി വെച്ച കിതാബ് അൽ മിനനുൽ കുബ്ര, ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിൽ മൗലവി നടത്തിയ ഏറ്റവും വലിയൊരു അട്ടിമറിയുണ്ട്. ഇമാം ഷഅറാനിയുടെ അൽ മിനനുൽ കുബ്രയിലുണ്ട് എന്ന് പറഞ്ഞൊരു ഇബാറത്തും അതൊന്ന് വെച്ചെടുക്ക്. പുണ്യമുള്ളതാണ്, മഹാന്മാരെ അനുസ്മരിക്കൽ വളരെ പുണ്യമുള്ളതാണ്. പക്ഷേ അവിടെയെല്ലാം ഇസ്ലാമിക നിയമങ്ങളും ആദാബുകളും പാലിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിനനുൽ കുബ്രയിൽ പറയുകയാണ്, നമ്മളുടെ മശായിഖന്മാർ നമ്മളിൽ നിന്ന് ചില കരാറുകൾ വാങ്ങി. ആ കരാർ എന്താണ്? ആ കരാറ് അഹിദ അലൈനൽ ഹൂദ് അല്ലാ നുമക്കിന അഹദൻ മിൻ ഇഖ്വാനിനാ യുസ്ഗി ലിമൻ യഹ്വ അലാ അഹദ മിനൽ ഔലിയാ കായിന മാ കാൻ വലാ നുമക്കിനുഹും മിൻ ദിക്രി കറാമാതിഹിം വമനാഖിബിഹിം ബിഹദ്റതി മൻ യുൻകിറു അലൈഹിം فيكون ذلك سببا لزيادة المقتل المنكر ولتنقيص ذلك الولي وحكم من فعل ذلك കറാമത്ത് പറയാൻ പരിധി ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമ അത് വിശദീകരിച്ച്, അഥവാ മഹാന്മാരുടെ കറാമത്ത് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ആ മഹാന്മാരെ എഴുത്തപ്പെടാനത് കാരണമാകരുത്. ആ മഹാന്മാരെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ പോയിട്ട് അത് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ആ മഹാന്മാര് നിന്ദിക്കപ്പെടാനാണ് കാരണമാവുക എന്ന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇബാറത്ത്, ആ ഇബാറത്ത് ഉസ്താദ് അവറുകൾ വിശദീകരിച്ചപ്പോൾ മൗലവിന്റെ വെല്ലുവിളി ഞാൻ ചോദിക്കുകയാണ് വളരെ മാന്യമായി. മിനനുൽ കുബ്രയിൽ പറഞ്ഞു എന്ന് പരസ്യമായി മൈക്ക് കെട്ടിയല്ലേ ആ ഇബാറത്ത് വായിച്ച്? അങ്ങനെ ഒരു ഇബാറത്ത് ഇമാം ഷഅറാനി തങ്ങളുടെ അൽ മിനനുൽ കുബ്രയിൽ കാണിച്ചു തരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ട് എന്നാണ് അതിൻ്റെ മറുപടി. 100 പ്രാവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ മറുപടി. അതിന് കിതാബ് കാണിച്ചു തന്നാൽ തിരിയോ? എനിക്ക് മൗലവി കിതാബിന് എനിക്ക് തിരിയോ? എങ്കിൽ കണ്ടോളൂ, ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ മിനനുൽ കുബ്ര, ആ കിതാബിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, വമിമ്മാ അൻഅമല്ലാഹു തബാറക വതആല ബിഹി അലയ്യ ഹിഫ്ദുൽ അദബി മഅ ശിയാഖി വ അസ്ഹാബി. അല്ലാഹു തആല എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മശായിഖന്മാരുമായി അവരോട് അദബോടുകൂടെ നിൽക്കുക എന്നത്. എനിക്ക് അല്ലാഹു തആല അതിൻ്റെ തൗഫീഖ് നൽകി. എന്താണ് അദബ്? ഫലാ അംദഹുഹും ഇല്ലാ ബിഹളറതി മൻ യഅതഖിദുഹും. അവരുടെ മദ്ഹ്, അവരുടെ മഹത്വം മനസ്സിലാക്കുന്നവരുടെ മുമ്പിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ. വലാ ഉബാലിഉ ഫീ തഅലീമിഹിം കുല്ല ദാലിക തഅലീം ബിഹൈസു യബ്ഖാ ഇൻദന്നാസി ഹസാസതൻ ഔ ഹസാസത്തുൻ ഔ ഇൻകാറുൻ അലയ്യ. അവരെ നിന്ദിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നവരുടെ മുമ്പിൽ ഞാൻ അവരെക്കുറിച്ച് അമിതമായ മദ്ഹ് പറയുകയോ അവരുടെ മഹത്വം കൂടുതലായി പറയുകയോ ചെയ്യാറില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരവിടെ വിശദീകരിക്കുന്നുണ്ട്. അഥവാ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മദ്ഹ് അത് പറയുമ്പോൾ അത് ശ്രദ്ധിക്കണം. അത് ആരുടെ മുമ്പിലാണ്, ആരാണത് കേൾക്കുന്നത്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം പറയാൻ എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു തൻ്റെ മിനനുൽ കുബ്രയിൽ പറയുന്നുണ്ട്. മനസ്സിലായോ മൗലവി? കിതാബ് കണ്ടിട്ടില്ലെങ്കിൽ അത് ഓതി പഠിക്കാൻ ശ്രമിക്കുക. അതിന് ആലിമീങ്ങൾ സമീപത്തേക്ക് വരണം. കോമാട്ടുചാലിൽ അബ്ദുല്ലാനെ പോലുള്ള ഏതെങ്കിലും വിഡ്ഢികളുടെ മുമ്പിൽ പോയിരുന്നാൽ ഇതുപോലുള്ള ജഹാലത്ത് തുടരാൻ തന്നെയായിരിക്കും തൻ്റെ വിധി എന്ന് ഞാൻ മൗലവിയെ ഓർമ്മപ്പെടുത്തുകയാണ്.